ഡോക്ടർ എം എൻ കാരശ്ശേരി 26% മുസ്ലിം വിഭാഗമാണ് കേരളത്തിൽ ഉള്ളത്. അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം ഞങ്ങൾക്ക് വേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലപ്പുറം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ നടക്കുന്ന അല്ലെങ്കിൽ അവകാശ ലംഘനങ്ങളിൽ എത്രത്തോളം കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആശങ്ക പോലും രേഖപ്പെടുത്തുന്നുണ്ട് ലീഗ്. പല ഘട്ടത്തിലും അത് പരസ്യമായി തന്നെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഞങ്ങളേ ഉള്ളൂ എന്നൊരു കാര്യത്തിലേക്ക് എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലാക്കലിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നുണ്ട്. അതല്ലേ ഈ ആവശ്യം ഉറപ്പിച്ച് പറയാനുള്ള ഒരു കാരണം? സ്മൃതി, യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ നോട്ടത്തിൽ മുസ്ലിം ലീഗാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു കെട്ടുറപ്പുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇലക്ഷൻ നേരിടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും അധികം കെട്ടുറപ്പുള്ള പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. രണ്ടാമത്തെ പാർട്ടി മുസ്ലിം ലീഗാണ്. അപ്പോൾ അവർ കോൺഗ്രസുമായിട്ട് വഴി പിരിഞ്ഞാൽ പിന്നെ UDF എന്നൊരു സാധനമില്ല. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും CPM-ന് ഇതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട്. അവർ പല തരത്തിൽ ഈ കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ട് വിഘടിക്കാനുള്ള പണികൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ലീഗിന് റെപ്രസെൻറ്റേഷൻ പോരാ, അവർക്ക് 3 സീറ്റിനല്ല 4 സീറ്റിനോ 6 സീറ്റിനോ അർഹതയുണ്ട് എന്നൊക്കെ വളരെ ആധിയോടുകൂടി പറയുന്നത് CPM ആണ്. ഇതുപോലെ സമസ്ത EK സമസ്തയിലെ പല പുരോഹിതന്മാരെയും അതിൻ്റെ നേതാക്കളെയൊക്കെ പാർട്ടിയില്ലാതെ നേർക്ക് നേരെ സമീപിക്കുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള ഊറ്റവും ഊർജവും കൊടുക്കുകയും ചെയ്യുന്നത് CPM ആണ്. അതൊക്കെ അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ചർച്ചയിൽ മൂന്നാമത്തെ സീറ്റ് രാജ്യസഭയിലാവാം എന്ന ഒരു ധാരണയിലെത്തി എന്ന് കേൾക്കുമ്പോൾ വളരെ ആശ്വാസം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ കാരണം വെച്ചാൽ ഞാൻ മുസ്ലിം ലീഗുകാരനോ കോൺഗ്രസ്സുകാരനോ UDF-കാരനോ ഒന്നും ആയിട്ടല്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ കേരളത്തിൻ്റെ രക്ഷാമാർഗം എന്ന് പറയുന്നത് 2 സമാന്തര ശക്തികൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന് LDF, ഒന്ന് UDF. സാധാരണഗതിയിൽ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് LDF UDF LDF UDF അതിങ്ങനെ മാറി മാറി കളിക്കുകയാണ്. അപ്പോൾ അതില്ലാതെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ അവരെ രഹസ്യമായോ പരസ്യമായോ പിന്തുണയ്ക്കാൻ തീർച്ചയായിട്ടും CPM ഉണ്ടാവുമെന്നാണ് എൻ്റെ കണക്ക്. അത് ഇന്നത്തെ ഉടനെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും LDF-ൻ്റെ ഭാഗമായിട്ട് ലീഗ് മാറും. അതിൻ്റെ ധാരാളം പശ്ചാത്തല പ്രവർത്തനങ്ങളാണ് MV ഗോവിന്ദൻ മാഷോ അതുപോലുള്ള ആളിലൊക്കെ ലീഗിനെ പുകഴ്ത്തിയിട്ട് അത് മതേതര കക്ഷിയാണ്, അത് വർഗീയമല്ല എന്ന് പറയുന്നത്. ഇതുപോലെ മുസ്ലിം ലീഗും അവർ പ്രതിപക്ഷത്താണ് എന്നുള്ള നിലയ്ക്ക് വിമർശിക്കേണ്ട പല കാര്യങ്ങളിലും CPM-നെ വിമർശിക്കാതെ മൗനം പാലിക്കുന്ന ഒരു പണി കുറെ കാലമായിട്ട് ലീഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ മറ്റേ ഷാജി പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഫിറോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം, അല്ലെ ഞങ്ങളുടെ ചന്ദ്രിക ലേഖനം വന്നിട്ടുണ്ട് എന്ന് പറയല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീർ, അതരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ CPM-നെ നേർക്കുനേരെ വിമർശിക്കുന്നത് ഇന്നത്ര കുറയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നയപരമായ കാര്യങ്ങളിലാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ അത് വളരെ മിതത്വത്തോടു കൂടിയാണ് ലീഗ് പെരുമാറുക. അപ്പോൾ ഇവിടെ ഇപ്പം തൽക്കാലം UDF തകരുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയൊക്കെ ചെയ്താൽ ഒരിക്കലും ഭരണം മാറാത്ത തരത്തിലുള്ള ഒരു LDF രൂപം കൊള്ളുകയെന്നായിരിക്കും അതിൻ്റെ ആത്യന്തിക ഫലം. 40-40 കൊല്ലം മുമ്പ് LDF-നെ മുസ്ലിം ലീഗിനെ LDF-ൽ എടുക്കണം എന്ന് പറഞ്ഞതിനാണല്ലോ MV രാഘവനെ പുറത്താക്കിയത്, ബദൽ രേഖ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഈ സമയത്ത് ഓർക്കാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ വേറെ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും MV രാഘവൻ നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതേ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പല ആളുകളും അന്നിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
EK നായനാർ പോലും ആ അഭിപ്രായക്കാരനായിരുന്നു. പിന്നെ ആ പാർട്ടിക്കകത്തേലെ പ്രശ്നങ്ങൾ കൊണ്ട് അവർ MVRനെതിരായിട്ട് തിരിയുകയും അദ്ദേഹം പുറത്തു പോവുകയും അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ LDFും UDFും വേണം, ഒരു കൂട്ടർ ഭരിക്കുമോ വേറെ കൂട്ടർ പ്രതിപക്ഷത്ത് വേണം. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യം ശക്തിപ്പെടുന്ന രീതി. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു വിട്ടുവീഴ്ച, അതിപ്പോൾ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, ലീഗും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അത് നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ലീഗ് പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.